ഒരു സഹോദരന് വേണ്ടി അയാളുടെ ഒരു കൂട്ടുകാരനോ ഒക്കെ ആയിട്ട് ആൾ ചോദിച്ചതായിട്ടാണ് മനസ്സിലാവുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അവർ ഗർഭിണിയായ സമയത്ത് ഭർത്താവിൻ്റെ മാതാവിന് കുറച്ച് ഡിപ്രഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജോലിയൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബത്തിലൊരാളെ തന്നെ അവിടെ നോക്കാനും മറ്റൊക്കെ ആക്കിയിരുന്നു. മാതാവിന് നോക്കാൻ കഴിഞ്ഞില്ല. അസുഖമൊക്കെ മാറിയതിന് ശേഷം ഒരു ഉംറക്കൊക്കെ പോയി വന്നതിന് ശേഷം പിന്നീട് കുട്ടി ജനിച്ചപ്പോൾ ആ ഉമ്മയെ കൊണ്ട് കുട്ടിയെ തൊടിയിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. മാത്രമല്ല ഭയങ്കര കടുംപിടുത്താണ്. ഒന്ന് ഭക്ഷണം കൊടുക്കാനോ ഒന്ന് വൃത്തിയാക്കാനോ പോലും എന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല. ഞാൻ ഗർഭിണിയായ സമയത്ത് എന്നെ നോക്കാതെ ഉംറക്ക് പോയ ആളല്ലേ, എൻ്റെ കുട്ടീനെ നോക്കണ്ട, എൻ്റെ കുട്ടീനെ നോക്കാൻ ഞാനും എൻ്റെ അമ്മയും തന്നെ മതി എന്നാണ് പലരും എന്ത് ചെയ്യുന്നുണ്ട്, അവരോട് ഉപദേശിച്ചിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നില്ല. ഈ ഉമ്മയാണെങ്കിൽ ഇവർ ആശുപത്രിയിലായ സമയത്ത് വളരെയധികം സ്ട്രഗിൾ ചെയ്ത് അവർക്ക് സഹായിക്കാനും ഇപ്പോഴും എല്ലാത്തിനും തയ്യാറുള്ള ഒരു ഉമ്മയുമാണ്. എന്നാൽ ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, അവർ പരിഗണിക്കുന്നില്ല എന്നാണ്. പിന്നെ വളരെ മോശപ്പെട്ട ചില വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നതാണ് ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നം. അയാൾ അതിൻ്റെ ഇടയിൽ കിടന്ന് പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതെ, പെണ്ണാണ് പെണ്ണിൻ്റെ വർഗശത്രു, പൊന്നാണ് പെണ്ണിൻ്റെ നാശഹേതു എന്ന് അതായത് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ സ്ത്രീകൾ പരസ്പരം ഉൾക്കൊള്ളാതിരിക്കുക എന്നുള്ളിടത്താണ് ഈ പുരുഷന്മാർ നേറി നേറി മരിക്കുന്നതിൻ്റെ പ്രശ്നം. അത് എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു വലിയൊരു വിഷയമൊന്നല്ല ഇത്. പക്ഷെ എന്താണെന്ന് വിചാരിച്ചാൽ അതൊരു വിട്ടുവീഴ്ച ചെയ്ത് അല്പം വിശാലതയോടുകൂടെ ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ളതാണ്. ഇവിടെ സാധാരണഗതിയിൽ എവിടെയെങ്കിലും ഈ ആണുങ്ങൾ ഇങ്ങനത്തെ ഒരു ഭാര്യനെയും ഉമ്മനെയും തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന രംഗത്ത് എവിടെയെങ്കിലും ഒരു പുരുഷൻ പ്രശ്നമില്ലാതെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്തുള്ളൂ വെച്ചാൽ, ഒന്നില്ലെങ്കിൽ ഈ ഭാര്യയുടെ എല്ലാ സ്വഭാവ പ്രശ്നങ്ങളും പെരുമാറ്റ പ്രശ്നങ്ങളും ഉൾക്കൊള്ളാൻ ഉമ്മ തയ്യാറാവുന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഉമ്മ എന്തായിരുന്നാലും ചില പ്രത്യേക സ്വഭാവമുള്ള ആളാണ്. അതുകൊണ്ട് ഉമ്മന്റെ ഈ സ്വഭാവ പ്രകൃതികളെ എന്ത് ചെയ്യാണ്, ഉൾക്കൊള്ളാൻ അവൾ തയ്യാറാകണോണ്ടാണ്. ഇവിടെ കാണാൻ രണ്ടാളും തയ്യാറല്ല എന്നല്ല. ഉമ്മ കുറെ അനുകൂലമായി കാര്യങ്ങൾ നിൽക്കുന്നുണ്ട് എന്നവിടെ പറയുന്നു. അവിടെ എന്താണ്, രണ്ടുപേരും എന്ത് ചെയ്യണം, ഈ ഒരവസ്ഥ മനസ്സിലാക്കി വിശാലമായി പെരുമാറും. ഇപ്പൊ ഇവിടെ സാധാരണഗതിയിൽ ഈ ഡെലിവറി ഒക്കെ നടക്കുന്ന സമയത്ത് വളരെ വലിയൊരു ഏറ്റുമുട്ടൽ നടക്കുന്നതാണ് ആര്, ഭർത്താവിന്റെ ഉമ്മയും അതേപോലെ തന്നെ ഇവളുടെ ഉമ്മയും തമ്മിൽ. അപ്പൊ അവിടെ വരുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ, യഥാർത്ഥത്തിൽ ഇയാളുടെ കുട്ടി എന്നുള്ള നിലക്ക് എൻ്റെ കുട്ടി എന്നുള്ള നിലക്കുള്ള ഒരു അധികാരം ഈ പുരുഷന്റെ ഉമ്മക്കുണ്ടാവും, ഭർത്താവിന്റെ ഉമ്മക്കുണ്ടാവും. ഇതിൽ പറയുന്നുണ്ട്. അതെ അതെ, എന്താ വെച്ചാല് വീട്ടിലെ ആദ്യത്തെ പേരക്കുട്ടിയാണല്ലോ, അപ്പം ഉമ്മക്ക് കുറച്ച് കൂടുതൽ സ്നേഹമൊക്കെ ഉണ്ട്. അതെ പറയുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് ഇവളുടെ മനസ്സെന്തായിരിക്കും, ഇവൾക്ക് അവൾ അടുത്ത് നിന്ന് പരിചരിക്കാൻ ഏറ്റവും നല്ലത് അവളുടെ ഉമ്മയായിരിക്കും. അപ്പൊ ഒരാളെ രണ്ടാള് നിന്ന് പരിചരിക്കുമ്പോൾ, ഒരു കുട്ടിയെ രണ്ടാള് നിന്ന് പരിചരിക്കുമ്പോൾ എന്തായാലും ആശുപത്രിയിൽ നിന്ന് ഒരു കച്ചറുണ്ടായിട്ടേ എന്ത് ചെയ്യുള്ളൂ, അവർ തിരിച്ചു പോകുള്ളൂ. പിന്നെ അങ്ങനെ ഇല്ലാതിരിക്കാൻ കാരണം അതിൽ ആരെങ്കിലും ഒരാളൊരല്പം മനസ്സിന്റെ വിശാലത കാണിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് എന്താന്ന് വിചാരിച്ചാൽ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവരുടെ മനസ്സിന്റെ ആ ഒരു വിശാലത കുറവ് നമുക്ക് അങ്ങനെ പരിഹരിക്കാൻ കഴിയില്ല. ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനേ പറ്റുള്ളൂ, സത്യത്തിൽ നമുക്ക് കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതിലെന്താണ്, ഇനി ഭാര്യനെ നിർബന്ധിപ്പിച്ച് ഉമ്മയെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിച്ചാലും തിരിച്ച് ഉമ്മനെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും അതൊക്കെ എന്തായിരിക്കും, പല ബുദ്ധിമുട്ടുകളിലേക്കുമാണ് എന്ത് ചെയ്യുക, പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ക്രമേണ ഇത് നമുക്ക് ഏറ്റവും നല്ലത് ഭാര്യനെ മനസ്സിലാക്കി കൊടുക്കാനാണെന്നല്ല. പക്ഷെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും, ഉമ്മനെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കും. ഉമ്മയ്ക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും, ഭാര്യനെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കും. രണ്ടിലൊരാൾ ഈ വശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് പരിഹാരം. അപ്പൊ നമ്മുടെ സഹോദരിമാരെന്ത് ചെയ്യണം, ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന തൻ്റെ ഭർത്താവിൻ്റെ മാനസികാവസ്ഥ നമ്മളെ പറ്റി, ഇപ്പോൾ ഈ പെൺകുട്ടി അവളെ മനസ്സിൽ ചിന്തിക്കുന്നുള്ളൂ. അതായത് അവള് പ്രസവിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഉമ്മ വേണ്ട മാതിരി സഹകരിച്ചില്ല, എന്നാൽ അവളുടെ വേദനകളും അവളുടെ വിഷമങ്ങളും അവൾ പരിഗണിക്കണുള്ളൂ. എന്നാൽ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഈ കക്ഷി, അതായത് ഇവളുടെ ഭർത്താവ് എന്തുമാത്രം മാനസിക പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അയാൾ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, അയാൾക്ക് ചില പരിമിതികൾ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം,
ഒരു വിഷമമില്ലാതിരിക്കാൻ എന്ത് ചെയ്യുക, ഉമ്മ സഹകരിക്കണമാതിരി സഹകരിച്ചോട്ടെ, ഉമ്മ കുട്ടിയെ എടുക്കുകയാണെങ്കിൽ എടുത്തോട്ടെ, ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോട്ടെ, ബാക്കി സമയം നോക്കിയാൽ മതിയല്ലോ ഞാൻ, അതൊരു സപ്പോർട്ടാണല്ലോ എന്ന് വിചാരിച്ച് ഇയാളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ. ഇവൾക്ക് ജീവിതകാലം മുഴുവനും തുണയായി നിൽക്കേണ്ട ആളല്ലേ. അപ്പൊ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി എനിക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, ഞാൻ എന്നെ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് ആ സഹോദരി തീരുമാനിക്കുമ്പോൾ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് മനസ്സിലായത്. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത്. ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല. എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും. നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം. സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും. പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം. വിഷമിക്കേണ്ട, പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമന്റ് ചെയ്യൂ.